ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ ആനുവൽ എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്കറിയാം പുതിയ ടെക്സ്റ്റ് ബുക്കാണ്, അപ്പോൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമുക്ക് റെഫർ ചെയ്യാനുള്ളത്. അത് നമുക്ക് എന്തൊക്കെയാണ് ഇതിലെ ക്വസ്റ്റ്യൻസ്, എന്തൊക്കെയാണ് ആൻസേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആക്ടിവിറ്റി നമ്പർ 1 റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഇംഗ്ലീഷിൽ വരാറുള്ളത് ഒരു റീഡിംഗ് കോംപ്രിഹെൻഷൻ ആയിരിക്കും. ഒന്നുകിൽ പാസേജ് ആയിരിക്കും, അല്ലെങ്കിൽ പോം ആയിരിക്കും. എന്താണെങ്കിലും തന്നിട്ടുള്ളത് വായിച്ച് മനസ്സിലാക്കുക, ചോദ്യങ്ങളുടെ ഉത്തരവും കണ്ടെത്തുക. റീഡ് ദ പാരഗ്രാഫ് ക്ലിയർലി ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. താഴെയുള്ള പാരഗ്രാഫ് ക്ലിയർ ആയിട്ട് വായിച്ചിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. തന്നിട്ടുള്ള പാരഗ്രാഫ് ദ അഡ്വഞ്ചേഴ്സ് ഓഫ് രമേശ് എന്നുള്ളതാണ്. Ramesh was a poor artist who lived in a small village surrounded by lush green forests and winding rivers. എന്താണ് രമേശ് എന്ന് പറയുന്നത്? ഒരു പാവം ചിത്രകാരനാണ്. അദ്ദേഹം ഒരു ചെറിയ വില്ലേജിലെ ചുറ്റും പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയ വില്ലേജിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. He spent most of his days wandering in the forest collecting berries and herbs to sell in the market. അപ്പോൾ അദ്ദേഹം അധിക ദിവസവും ചെലവഴിക്കുന്നത് ഫോറസ്റ്റിലാണ്. അതുപോലെ തന്നെ അവിടെ നിന്ന് ബെറീസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുക. ഹെർബ്സ് എന്ന് പറഞ്ഞാൽ ആയുർവേദ ചെടികളൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോയി പോയി വിൽക്കുക. അതായിരുന്നു അദ്ദേഹം ഓരോ ദിവസവും അധിക ദിവസവും ചെയ്യാറുള്ളത്. വൺ ഡേ, ഒരു ദിവസം, while wandering deeper into the forest than he had ever been before, he stumbled upon a strange paint brush laying on the ground. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം എന്താണ് കാടിൻ്റെ ഉള്ളിലേക്ക്, ഇങ്ങനെ അത്രയും ഉള്ളിലേക്കൊന്നും അദ്ദേഹത്തിൻ്റെ മുന്നേ പോയിട്ടില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് ചെന്നപ്പോൾ അദ്ദേഹം ഒരു സ്ട്രെയിൻഡ് ആയിട്ടുള്ള പെയിൻറ്റ് ബ്രഷ് അവിടെ താഴെ വീണ് കിടക്കുന്നതായിട്ട് കണ്ടു. ആസ് സൂൺ ആസ് ഹി പിക്ഡ് ഇറ്റ് അപ്പ്, അങ്ങനെ എന്ത് ചെയ്തു, എത്രയും പെട്ടെന്ന് അദ്ദേഹം അത് എടുത്തു. ഹി ഫെൽറ്റ് എ സ്ട്രേഞ്ച് സെൻസേഷൻ ഇൻ ഹിസ് ഫിംഗേഴ്സ്. അപ്പോഴാണ് അദ്ദേഹം ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള സെൻസേഷൻ അദ്ദേഹത്തിൻ്റെ വിരലുകളിൽ മനസ്സിലാക്കിയത്. ഹി ഡിസൈഡഡ് ടു ടെസ്റ്റ് ദ പെയിൻറ്റ് ബ്രഷ് ആൻഡ് സ്റ്റാർട്ടഡ് പെയിൻറ്റിങ് എ ബ്യൂട്ടിഫുൾ ബേർഡ് പെർച്ച്ഡ് ഓൺ എ ട്രീ ബ്രാഞ്ച്. അപ്പോൾ ആ പെയിൻറ്റ് ബ്രഷ് എടുത്തപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു സ്പെഷ്യാലിറ്റി തോന്നുന്നു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെർച്ച്ഡ് ഒരു പക്ഷി മരക്കൊമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നിട്ട് ഇങ്ങനെ കൂകി വിളിക്കുന്ന പേർച്ച് ചെയ്യുന്ന പോലെയുള്ള ഒരു പെയിൻറ്റ് അദ്ദേഹം വരച്ചു. ടു ഹിസ് അമേസ്മെൻറ്റ് ദ ബേർഡ് കേം അലൈവ് ആൻഡ് ഫ്ലൂ എവേ. അത് വരച്ചു കഴിഞ്ഞപ്പോൾ ആ ബേർഡ് അതിൽ നിന്നും വന്നിട്ട് അത് എവിടേക്കോ പറന്നു പോയി. രമേശ് വാസ് ത്രിൽഡ് ആൻഡ് എ കണ്ടിന്യൂഡ് പെയിൻറ്റിങ് വിത്ത് ദ മാജിക് ബ്രഷ്. അപ്പോൾ അതുകൊണ്ടപ്പോൾ രമേശിന് വളരെയധികം ത്രില്ലാവുകയും വീണ്ടും ഇങ്ങനെ ഓരോന്ന് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു. ഹി പെയിൻറ്റഡ് എ ഡിലീഷ്യസ് മാംഗോ ആൻഡ് ഇറ്റ് ഫെൽ ഇൻ ടു ഹിസ് ഹാൻഡ്. അങ്ങനെ അദ്ദേഹം നല്ല ഡിലീഷ്യസ് ആയിട്ടുള്ള നല്ല രുചിയുള്ള ഒരു മാമ്പഴത്തിൻ്റെ ചിത്രം വരച്ചു. അത് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് വരികയും ചെയ്തു. ഈ പെയിൻറ്റഡ് എ ബ്യൂട്ടിഫുൾ ഹൗസ്. അങ്ങനെ അദ്ദേഹം നല്ല ഭംഗിയുള്ളൊരു വീട് വരച്ചു. ആൻഡ് ഇറ്റ് അപ്പിയർഡ് ബിഫോർ ഹിസ് ഐസ്. അപ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ നിന്ന് തന്നെ അത് പ്രത്യക്ഷമാവുകയാണ് ചെയ്തിട്ടുള്ളത്. രമേശ് വാസ് ഓവർ ജോയ്ഡ് ആൻഡ് റിയലൈസ്ഡ് ദാറ്റ് ദ പെയിൻറ്റ് ബ്രഷ് വാസ് ട്രൂലി മാജിക്കൽ. അപ്പോൾ രമേശിന് മനസ്സിലായി ഇത് എന്തോ ഒരു മാജിക്കൽ ബ്രഷ് ആണെന്ന് മനസ്സിലാവുകയും നന്നായിട്ട് സന്തോഷിക്കുകയും ചെയ്തു. ഇതാണ് തന്നിട്ടുള്ള പാരഗ്രാഫ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വേർ ഡിഡ് രമേശ് ലീവ്? രമേശ് എവിടെയാണ് ജീവിക്കുന്നത്? എവിടെയായിരുന്നു? രമേശ് ലീവ്ഡ് ഇൻ എ സ്മോൾ വില്ലേജ്. ഒരു ചെറിയ വില്ലേജിലാണ് രമേശ് ജീവിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ വാട്ട് ഡിഡ് രമേശ് ഫൈൻഡ് ഇൻ ദ ഫോറസ്റ്റ്? ആ ഫോറസ്റ്റിൽ നിന്ന് രമേശ് എന്താണ് കണ്ടെത്തിയത്? രമേശ് ഫൗണ്ട് എ സ്ട്രേഞ്ച് പെയിൻറ്റ് ബ്രഷ് ഇൻ ദ ഫോറസ്റ്റ്. ആ ഒരു പെയിൻറ്റ് ബ്രഷാണ് അദ്ദേഹം ആ ഫോറസ്റ്റിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. രമേശ് എന്തായിരുന്നു കണ്ടെത്തിയിരുന്നത്? രമേശ് ഫൗണ്ട് എ സ്ട്രേഞ്ച് പെയിൻറ്റ് ബ്രഷ് ഇൻ ദ ഫോറസ്റ്റ്. ഒരു അപരിചിതമായിട്ടുള്ള ഒരു സ്ട്രേഞ്ച് ബ്രഷ് ആയിരുന്നു അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ വാട്ട് ഹാപ്പൻ വെൻ രമേശ് പെയിൻറ്റഡ് വിത്ത് ദ മാജിക് ബ്രഷ്? ആ മാജിക് ബ്രഷ് കൊണ്ട് പെയിൻറ്റ് ചെയ്തപ്പോൾ രമേശിന് എന്താണ് സംഭവിച്ചത്? എന്താണ്? വെൻ രമേശ് പെയിൻറ്റഡ് വിത്ത് ദ മാജിക് ബ്രഷ് ഹിസ് പിക്ചേഴ്സ് കെയിം അലൈവ്. എന്താണ്? അത് യാഥാർത്ഥ്യമാവുകയാണ് ആ പിക്ചേഴ്സ് ചെയ്തത്, അല്ലേ? ഫോർത്ത് ക്വസ്റ്റ്യൻ വാട്ട് വാസ് ദ ഫസ്റ്റ് തിങ് രമേശ് പെയിൻറ്റഡ് വിത്ത് ദ മാജിക് ബ്രഷ്? ആ മാജിക് ബ്രഷ് കൊണ്ട് ആദ്യം ചെയ്തിട്ടുള്ള സംഭവം എന്തായിരുന്നു? എന്താ ചെയ്തത്? ദ ഫസ്റ്റ് തിങ് രമേശ് പെയിൻറ്റഡ് വിത്ത് ദ മാജിക് ബ്രഷ് വാസ് എ ബ്യൂട്ടിഫുൾ ബേർഡ്. ഒരു ഭംഗിയുള്ള ഒരു ബേർഡിനെ വരയ്ക്കുകയാണ് ചെയ്തത്, അല്ലേ? ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ വാട്ട് ഡിഡ് രമേശ് റിയലൈസ് അബൌട്ട് ദ പെയിൻറ്റ് ബ്രഷ്? അപ്പോൾ എന്താണ് രമേശിന് മനസ്സിലായ കാര്യം? രമേശ് റിയലൈസ്ഡ് ദാറ്റ് ദ പെയിൻറ്റ് ബ്രഷ് വാസ് റിയലി മാജിക്കൽ. ഇത് ശരിക്കും ഒരു മാജിക് ബ്രഷ് ആണെന്ന് രമേശിന് മനസ്സിലായി, അല്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ആക്ടിവിറ്റി നമ്പർ
2 ആണ്, തോട്ട്സ് ആണ്. ദ ട്രീ ഇൻവൈറ്റഡ് ദ മാൻ ടു സിറ്റ് ഡൗൺ ആൻഡ് ടേക്ക് റെസ്റ്റ് ഓൺ ഇറ്റ് സ്റ്റംപ്. എന്താണ് ആ ട്രീ പറഞ്ഞു അയാളുടെ അടുത്ത് നിങ്ങൾ ഈ ഒരു സ്റ്റെമ്പിൽ വന്നിട്ട് ഇരുന്നോളൂ എന്ന് പറഞ്ഞു. ദ മാൻ ഡിഡ് സോ ആൻഡ് സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് ദ ട്രീ. അപ്പോൾ ആ മാന് ആ മരത്തിനെ കുറിച്ചിട്ട് ആലോചിക്കുകയാണ്. വാട്ട് വുഡ് ബി ഹിസ് തോട്ട്. അപ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ചിന്തകൾ എന്തൊക്കെയായിരിക്കും? എന്തായിരിക്കും? ഐ റിമെമ്പർ ഓൾ ദ ട്രീ ഗേവ് മീ ആസ് എ ചൈൽഡ്. എന്താണ് എല്ലാ മരവും എനിക്കൊരു മരം പോലെ എല്ലാതും തന്നു. ഐ പ്ലേഡ് ഇൻ ഇറ്റ്സ് ഷെയ്ഡ്. എന്താണ് ഞാൻ അതിൻ്റെ തണലിൽ കളിച്ചു അല്ലേ, ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ ഞാൻ എൻ്റെ തണലിലൊക്കെ കളിച്ചു. ഇറ്റ് ഗേവ് മീ ഫ്രൂട്ട്സ് ടു സെൽ. അതെനിക്ക് പഴമൊക്കെ വിൽക്കാൻ വേണ്ടി തന്നു. ഇറ്റ് ഓഫേർഡ് ഇറ്റ്സ് ബ്രാഞ്ചസ് ഫോർ മൈ ഹൗസ്. എൻ്റെ വീടുണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ ബ്രാഞ്ചൊക്കെ എനിക്ക് തന്നു. നൗ ഐ എം ഓൾഡ് ആൻഡ് ടയേർഡ്. ഇന്നെന്താണ് ഞാൻ വയസ്സായി, ഞാൻ വളരെ ടയേർഡാണ്. ദ ട്രീ സാക്രിഫൈസ്ഡ് സോ മച്ച്. ഫ്രീ അല്ല കേട്ടോ, ട്രീ ആണ്. ദ ട്രീ സാക്രിഫൈസ്ഡ് സോ മച്ച്. ആ ട്രീ എനിക്ക് വേണ്ടി ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. ഫോർ മീ ഐ എം ഗ്രേറ്റ്ഫുൾ ആൻഡ് ഷുഡ് ഹാവ് അപ്രീഷിയേറ്റ് ഇറ്റ്. എന്താണ് ഞാൻ ശരിക്കും വളരെയധികം ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ദ ട്രീസ് കൈൻഡ്നസ് വാസ് എൻഡ്ലെസ്. എന്താണ് ട്രീയുടെ ആ ഒരു കൈൻഡ്നസ് എന്ന് പറയുന്നത് ഒരിക്കലും തീരാത്ത കാര്യമാണ്. ഐ ഫീൽ എ ഡീപ്പ് സെൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ഞാൻ നല്ല ഗ്രാറ്റിറ്റ്യൂഡിൽ ഇരിക്കണം അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കണം എന്നൊക്കെ ആയിരിക്കും അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവുക അല്ലേ. ആക്ടിവിറ്റി നമ്പർ 3 ആണ്, കോൺവെർസേഷൻ ആണ്. ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ ആൻഡ് ഷീ കണ്ടിന്യൂഡ് ദ ജേർണി. നമ്മൾ ലിറ്റിൽ ട്രെയിനിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ലിറ്റിൽ ബ്ലൂ എൻജിന് ആറിനെ ലിറ്റിൽ ട്രെയിനെ ഹെൽപ്പ് ചെയ്തു അല്ലേ, എന്നിട്ട് അതിൻ്റെ ജേർണിയൊക്കെ അത് കണ്ടിന്യൂ ചെയ്തു. ഓൺ ദ വേ ദ ലിറ്റിൽ ട്രെയിൻ ഹാപ്പൻ ടു മീറ്റ് ദ ഷൈനി ന്യൂ എൻജിൻ. അങ്ങനെ പോകുന്ന വഴിക്ക് അത് ഷൈനി ന്യൂ എൻജിനെ കാണുകയാണ്. ഹി വാസ് സർപ്രൈസ്ഡ് ടു സീ ദ ലിറ്റിൽ ട്രെയിൻ. അങ്ങനെ ലിറ്റിൽ ട്രെയിനെ കണ്ടപ്പോൾ അത് വളരെയധികം സർപ്രൈസ് ആയി പോവുകയാണ്. വാട്ട് കുഡ് ബി ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ലിറ്റിൽ ട്രെയിൻ ആൻഡ് ദ ഷൈനി ന്യൂ എൻജിൻ. അപ്പോൾ ലിറ്റിൽ ട്രെയിനും ഷൈനി ന്യൂ എൻജിനും തമ്മിലുള്ള കോൺവെർസേഷനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആ സ്റ്റോറി ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞ് ഹെൽപ്പ് ചെയ്യാതൊന്നും പോയതാണല്ലേ. അപ്പോൾ ആ ഒരു കോൺവെർസേഷൻ ആയിരിക്കണം അവർ നടത്തേണ്ടത്. ഷൈനി പറയാണ്, ഹേ ഹൗ ഡിഡ് യു ഗെറ്റ് ഹിയർ. നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? അപ്പോൾ ലിറ്റിൽ ട്രെയിൻ പറയാണ്, ഹോ ഇറ്റ്സ് യു, ഐ ഗോട്ട് ഹെൽപ്പ് ഫ്രം സംവൺ. എനിക്ക് ഒരു സംവണിൽ നിന്നും ഒരാളിൽ നിന്നും എനിക്ക് ഹെൽപ്പ് കിട്ടി. ഷൈനി ചോദിക്കുകയാണ്, ഹൂ ഹെൽപ്ഡ് യു, ആരാ നിന്നെ സഹായിച്ചത്? അപ്പോൾ ലിറ്റിൽ എന്താ പറയുക, ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ, എന്നെ ലിറ്റിൽ ബ്ലൂ എൻജിനാണ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഷൈനി വാട്ട്, എന്ത്, ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ, ആർ യു ജോക്കിങ്? ലിറ്റിൽ ബ്ലൂ എൻജിനോ, നീ ജോക്ക് പറയാണോ? അപ്പോൾ ലിറ്റിൽ എന്താ പറയുന്നത്, യെസ് ഷീ പുൾഡ് മീ വിത്ത് ഓൾ ഹെർ മൈറ്റ്. അവളുടെ എല്ലാ കഴിവും വെച്ചുകൊണ്ട് എന്നെ പുൾ ചെയ്തു. ഷൈനി, ഐ കാൺ ബിലീവ് ദിസ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ലിറ്റിൽ എന്താ പറയുക, യു ഹാവ് ടു ബിലീവ്, ഷീ ഈസ് വെരി കൈൻഡ് ആൻഡ് ഷീ ഈസ് ഹെൽപ്പേഴ്സ്. എന്താണ് അത് വളരെ കൈൻഡ് ഉള്ളതാണ്, അതുകൊണ്ട് എന്നെ ഹെൽപ്പ് ചെയ്തു, നീ ഇത് വിശ്വസിക്കുക എന്ന് പറയാണ്. അപ്പോൾ ഷൈനി, ദാറ്റ്സ് ഗ്രേറ്റ്, എനിവേ ഐ ആം ഹാപ്പി ടു സീ യു ഹിയർ. എന്താ പറയുന്നത്, വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യമാണ്, നിന്നെ ഇവിടെ കണ്ടതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറയാണ്. അപ്പോൾ ലിറ്റിൽ എഞ്ചിന് പറയാണ്, ഓക്കെ സീ യു ലേറ്റർ, പിന്നെ കാണാമെന്ന് പറയാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയായിരിക്കും അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 4 ആണ്, മേക്കിംഗ് സെൻറ്റൻസസ്. പാറു ആൻഡ് ഹെർ ഗ്രാൻഡ് മദർ വേർ ഇൻ ദെയർ പാഡി ഫീൽഡ്. പാറുവിൻ്റെ ഗ്രാൻഡ് മദറും എവിടെയാണ്, വയലിലാണ് അല്ലേ. യു ഹാവ് സീൻ സച്ച് പാഡി ഫീൽഡ്സ് ഹാവിൻ യു. അപ്പോൾ നിങ്ങൾ ഇതേപോലത്തുള്ള പാഡി ഫീൽഡ്സ് ഇതിൻ്റെ മുന്നേ കണ്ടിട്ടുണ്ടോ? ഡ്രോ എ പിക്ചർ ഓഫ് എ പാഡി ഫീൽഡ് ഇൻ യുവർ നോട്ട്ബുക്ക്. അപ്പോൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേപ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതേപോലെ ഒരു പാഡി ഫീൽഡ് വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. റൈറ്റ് എ ഫ്യൂ സെൻറ്റൻസസ് അബൌട്ട് ഇറ്റ്. എന്നിട്ട് അതിനെക്കുറിച്ച് കുറച്ച് സെൻറ്റൻസും എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ അത് കൂട്ടുകാർ എഴുതുക, അതുപോലെ തന്നെ ഒരു നല്ല ചിത്രവും വരക്കുക, അതിനെക്കുറിച്ച് എന്തെങ്കിലും കുറച്ച് സെൻറ്റൻസ് നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എ പാഡി ഫീൽഡ് ഈസ് എ ഫ്ലഡഡ് ഫീൽഡ് ഓഫ് ലാൻഡ് യൂസ്ഡ് ഫോർ ഗ്രോയിങ് ക്രോപ്സ്, മോസ്റ്റ് നോട്ടബിളി റൈസ് ആൻഡ് ടാരോ. എന്താണ് പാഡി ഫീൽഡ് എന്ന് പറയുന്നത്, നല്ല ആയിട്ടുള്ള ഒരുപാട് വിളകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ റൈസ്, ടാരോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഉള്ളത്. Fields can be built into steep hillsides as terraces and adjust to depressed or steeply sloped features such as rivers or marshes. അപ്പോൾ ഇത് ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അവിടെ ഒരുപാട് ടെറസായിട്ടുള്ള തട്ടായിട്ടുള്ള കൃഷികളും അതുപോലെ തന്നെ അവിടെ റിവേഴ്സ്, മാർഷസ് ഇതൊക്കെയാണ് ഇതിന് പ്രധാനമായിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഗ്രീനറി ഓഫ് ദ ഫീൽഡ് മേക്ക് ഇറ്റ് മോർ ബ്യൂട്ടിഫുൾ. അതിൻ്റെ ഗ്രീനറിയാണ് ഇതിനെ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളതാക്കുന്നത്. പാഡി ഫീൽഡ്സ്
ലുക്സ് ലവ്ലി ആഫ്റ്റർ റെയിൻ. ഈ മഴയ്ക്ക് ശേഷം പാഡി ഫീൽഡ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള നല്ല രസമാണ് കാണാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും അതിനെക്കുറിച്ചിട്ട് എഴുതാവുന്നതാണ്. ദെൻ ആക്ടിവിറ്റി നമ്പർ 5 ആണ് എഡിറ്റ് ദ പാസേജ് ഗിവൺ ബിലോ. താഴെയുള്ള പാസേജ് എഡിറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നൗ ദാറ്റ് യു ആർ ഇൻ Mussoorie and I am in Allahabad, we cannot have these talks. Therefore I am going to writing you from time to time short accounts of the story of our earth. ചെറിയൊരു പാസേജ് ആണ്. ഇതിൽ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വേർഡ്സിനെ നമുക്കൊന്ന് എഡിറ്റ് ചെയ്യണം. ഇൻ മുസൂരി എന്നുള്ളതാണ്, അവിടെ ഇന്നല്ല അറ്റാണ് വരിക. നെക്സ്റ്റ് അലഹബാദ് എന്നുള്ളത് ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കണം? ക്യാപിറ്റൽ ആയിരിക്കണം. അതുപോലെ തന്നെ ദ ഫോർ ആം എന്നല്ല വരിക, ആം ദ ഫോർ എന്നാണ് വരിക. ദെൻ റൈറ്റിംഗ് എന്നല്ല റൈറ്റ് എന്നാണ് വരേണ്ടത്. ദെൻ അക്കൗണ്ട്സ് എന്നുള്ളിടത്ത് എന്താണ്? സ്പെല്ലിങ് കറക്റ്റ് അല്ല. ACOUNTS എന്നുള്ളത് കറക്റ്റ് അല്ല, 2 C വരും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള പേപ്പറാണ്. അപ്പോൾ നമുക്ക് 1-2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം എക്സാമിൻ്റെ മുന്നേ ആയിട്ട്. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.